ഇതിൽ ജിൻഡോനെ കുറിച്ചാണ് സംസാരം നടക്കുന്നത്. അവിടെ സംസാരിക്കുന്നത് സായിയും സിജോയും നന്ദനയും ചേർന്നാണ്. ജിൻഡോയുടെ ഗെയിമിനെ പറ്റിയും ഗെയിമിൽ ജിൻഡോ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മാത്രം ജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കളിക്കുന്ന ഗെയിം നമ്മൾ അങ്ങനെ സമ്മതിച്ചു കൊടുക്കില്ല എന്നാണ് സായി പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ഇനി അടിക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ അങ്ങോട്ട് അടിച്ചിരിക്കും. നല്ല പിഴ തന്നെയായിരിക്കും അടിക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു അടിയിൽ കപ്പൊന്നും മാറി നിൽക്കും എന്നാണ് ജിൻഡോയുടെ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. കപ്പിന് വേണ്ടിയിട്ട് എന്തും കാണിക്കാം എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. ആ കപ്പൊക്കെ മാറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു അടിയായിരിക്കും ഞാൻ തരിക എന്ന് സായി ജിൻഡോയുടെ അടുത്ത് ഇന്നലെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അഭിഷേക് വന്നു. അഭിഷേകും പറയുന്നുണ്ട്, ശരിയാണ്, ഇന്നലെ ഇവിടെ ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിമൊക്കെ ആൾ കളിച്ചിരുന്നു പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. നന്ദനയുടെ അടുത്ത് അവിടെ ഫാൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമൊക്കെ ആൾ അവിടെ നടത്തുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ സായി പറഞ്ഞു, ഉവ് അത് അപ്സരയുടെ അടുത്തും ശരണ്യയുടെ അടുത്തും ഒക്കെ ആ ഗെയിം നടത്തിയിരുന്നു. അപ്സരയൊക്കെ ഇപ്പോൾ അങ്ങനെയല്ലേ ചെയ്തത് എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ഇന്നലെ ജിൻഡോ അത് സമ്മതിച്ചു തന്നു. അപ്സരയുടെ അടുത്ത് ശരിയാണ്, ഞാൻ ആ ഒരു ഗെയിം തന്നെയാണ് എടുത്തത്. അതായത് ജിൻഡോ ഫാൻസിന്റെ ഇടയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ചില ക്ലൂകൾ ജിൻഡോ ഇട്ടുകൊടുക്കാണ് എന്നാണ് അവിടെ പറയുന്നത്. ഇന്നലെ നന്ദനയ്ക്ക് അത് അങ്ങനെയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഫാൻ സപ്പോർട്ട് നിനക്ക് കിട്ടില്ല, എൻ്റെ വോട്ടുകൾ നിനക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ ഇന്നലെ അവിടെ കുറേ പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ ജിൻഡോ ഫാൻസിൻ്റെ അടുത്തേക്കുള്ള ക്ലൂ ആണെന്നാണ് ഇവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലൂകളൊക്കെ ആൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടത് എന്താണ്, എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ ആൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതിന് വേണ്ടിയിട്ട് ഫാൻസിന് വേണ്ടിയിട്ടുള്ള ക്ലൂകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പരിപാടി ഇനി വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സായി പറഞ്ഞു. കൂടാതെ അവിടെ നന്ദനേനെ വിളിച്ചിട്ട് ഇനി അവർ രണ്ടുപേരെയും വിശ്വസിക്കരുത്, ഇനി അവരെ വിശ്വസിക്കരുത് എന്നുള്ള തരത്തിലുള്ള സംസാരമൊന്നും ഇനി നന്ദനയുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞത്, നന്ദനയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഞാൻ ഇനി അവരെ വിശ്വസിക്കില്ല എന്ന്, നന്ദനയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്ന് ആൾ തിരിച്ചടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ആ കളി നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക എന്നുള്ളത് ജിൻഡോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സായി പറയുന്നുണ്ട്, ഇപ്പം ഞാനും അഭിഷേകും പയറ്റുന്ന ഒരു ഗെയിം അങ്ങേരുടെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരെ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്യലാണ് അഭിഷേകിൻ്റെ പണി. എന്നിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് അങ്ങ് തറയിലിടും. അതാണ് ഇപ്പം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് സായി പറയുന്നുണ്ട്. ഇപ്പം അവിടെ നന്ദനയുണ്ട്, സായി ഉണ്ട്, സിജോ ഉണ്ട്, അഭിഷേക് ഉണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ടാണ് ജിൻഡോനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. കൂടാതെ സായി ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്നലെ ഉണ്ടായിരുന്ന അവിടെ ഡൊമക്സിൻ്റെ ആ ഗെയിമിൽ ഫസ്റ്റ് വന്ന് നിൽക്കുന്നത് അവിടെ ടണൽ റൂമാണ്. ടണൽ റൂമിലുള്ളത് സിജോയും സായും അർജുനാണ്. അപ്പോൾ അവരാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. കണ്ടല്ലോ, നിങ്ങൾ നിൽക്കുന്നത് 3ാമത്തെ പൊസിഷനിലാണ്. 2ാമത്തെ നിൽക്കുന്നത് അവിടെ അഭിഷേകിൻ്റെ ടീമാണ്, ഡെൻ ടീമാണ്. അഭിഷേക്, ജാസ്മിൻ, ശ്രീതു. അപ്പോൾ 3 6 പേര് അപ്പോൾ അവിടെ ഓൾറെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ കിടക്കുന്നത് അതിലും താഴെയാണ്, മനസ്സിലാക്കിക്കോ എന്നൊരു കാര്യവും കൂടി ഞാൻ ഇന്നലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ആദ്യം അത് മനസ്സിലാവാത്ത രീതിയിൽ ആൾ മിണ്ടാതെ നിന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ആൾ മിണ്ടാതെ നിൽക്കുന്നത് മനസ്സിലായിട്ട് തന്നെയാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞാനൊന്ന് പിരികേറ്റി കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കിക്കോ, അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ഗെയിം കളിച്ചോളാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലും സായി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്.